everyone, welcome back to my channel. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു എന്താ പറയുക ഒരു തൊട്ടുകൂട്ടുന്ന കറിയാണല്ലേ നമ്മൾ പുളിയിഞ്ചി. പുളിയിഞ്ചി എന്ന് പറയും, ഇഞ്ചിപ്പുളി എന്ന് പറയും, ഇഞ്ചൻപുളി എന്ന് പറയും, ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി പുളിയിഞ്ചി പോലെ അല്ല കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലം സൈഡിലൊക്കെ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞിട്ടാണ് സദ്യക്കൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുളിയിഞ്ചി ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള പുളിയിഞ്ചിയാണ്. ഈ ഒരു ഭരണിയാണ് ഞാൻ നമ്മുടെ പുളി സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ചില്ല് പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ഭരണിയിലൊക്കെയാണ് പുളി സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക ഒരു 200 ഗ്രാം പുളിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു 200 ഗ്രാം പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 200 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കൈ ഫുള്ള് വരുന്ന അത്രയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ അവിടെ ഇട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-15 എരിവുള്ള പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ശർക്കര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞായിട്ട് കൊത്തി നുറുക്കും, അതായത് കൊത്തി അരിഞ്ഞിട്ടായിരിക്കും ഇതിൽ ഇടുന്നത്. അതേപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ അതേപോലെ കറിവേപ്പിലൊന്നും അരിയേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പിന്നെ ശർക്കര ഞാനിവിടെ ഒരു 1/4 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1/4 കിലോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഇത്രയും പോരാന്ന് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര എപ്പോഴും ഇടുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ശർക്കര അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ 4 കട്ട ശർക്കര എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 വെല്ലം. അപ്പം നമുക്ക് ആദ്യം പുളി പിഴിയാം അല്ലേ. പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളത്തിലായിരിക്കും നമ്മൾ പുളി പിഴിഞ്ഞെടുക്കുന്നുണ്ടാവുക. ഇത് കണ്ടോ, ഈ പുളി കുറച്ച് പഴയതാണ്, അതായത് ഇരുന്ന് പഴകിയതാണ്. അത് കാരണം നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. പുതിയതായിട്ട് മേടിക്കാൻ പുളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പുളി വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അത് ഒരു പ്രാവശ്യം എടുത്താൽ പോരാ, ഒരു 3-4 പ്രാവശ്യം എങ്കിലും വെള്ളം ഒഴിച്ച് മാക്സിമം ഇതിൻ്റെ നീര് നമുക്ക് എടുക്കാൻ നോക്കണം. ഞാനിവിടെ സാധാരണ കൈകൊണ്ട് പുളി പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് വീണ്ടും ആ പുളിവെള്ളം അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ പുളിയിൽ എന്തെങ്കിലും കുരു അല്ലെങ്കിൽ മണ്ണുന്തരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അരിച്ചെടുക്കണത്. അപ്പം ഞാനങ്ങനെ ഒരു 4 പ്രാവശ്യം അരിച്ച് എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അരിച്ചെടുത്തിരിക്കുന്ന ഈ പുളി നമുക്കിനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അടുപ്പിൽ വെച്ചിട്ട് അത് തിളപ്പിക്കണം. ഈ പുളി നന്നായി കുറുകി വരിക വേണ്ട. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പത പോലെ കണ്ടോ. അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചിയില്ലേ അതിൻ്റെ പകുതി, അതായത് അതിത്രയും ഒരു 15 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7 പച്ചമുളകും എടുത്ത ഇഞ്ചീൻ്റെ പകുതി കഷ്ണവും നല്ല ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് വെക്കണം. അത് നമുക്ക് ഈ പുളി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇടണം. അപ്പം ഞാൻ ഒരു സാധാരണ ഒരു ചെറിയ പാത്രത്തിൽ തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തിളയ്ക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടണം. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടി എന്തിനാണ് ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിന് എരിവുണ്ടാവും, എന്നാലും നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കും. അപ്പം മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇത് നന്നായി വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ഇടുക, അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇടുക. ഈ ശർക്കര ഇട്ട് ഇതിൽ കിടന്ന് അലിഞ്ഞ് നന്നായി കുറുകി വരണം. ആ സമയത്തായിരിക്കും നമ്മളിതിൻ്റെ പുളിയും മധുരവും നോക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നു. അപ്പോൾ ഉപ്പ് ഇടണം, 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഈ ശർക്കര ഇതിലേക്ക് ഇടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുളി നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഇനി ശർക്കര ചേർക്കണോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് നോക്കിയപ്പം ഒരു 2 കഷ്ണം കൂടി ശർക്കര ചേർക്കണം തോന്നി. കാരണം എൻ്റെ കയ്യിലുള്ള പുളി നല്ല അസല് പുളിയുള്ളതാണ്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ 2 വെല്ലം ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് നന്നായി തിളച്ച് കുറുകി നമ്മളുടെ പാകത്തിലുള്ള കുറുകലാവണം. നന്നായി കുറുകി വന്ന സ്ഥിതിക്ക് ഞാനത് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വറുത്തിടണം അല്ലേ. ഇതിൻ്റെ വറവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ബാക്കി ഓൾറെഡി കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ, അതൊക്കെ ഇവിടെ വറുത്തിടണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച്
കടുകും ഉലുവയും കടുകും പൊട്ടിക്കുക. ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഉണക്കമുളകും കറിവേപ്പിലയിട്ട് വറുത്തെടുക്കണം. അതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട്, ഇത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സാധനം കൂടി വേണം, ഉലുവ വറുത്ത് പൊടിച്ച് വയ്ക്കണം. കാരണം 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് നമുക്ക് ആ പുളിയിഞ്ചിയുടെ മുകളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് രുചി നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുളിയിഞ്ചി കൂട്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് ചോറുണ്ണാനൊക്കെ പറ്റും. അപ്പോൾ ദാ ഞാൻ വറുത്ത് കോരി അതിലേക്ക് ഇട്ടു, ഒന്ന് ചെറുതായി ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതിനെ ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയണം എന്താ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.